അതിനകത്ത് യഥാർത്ഥത്തിൽ ആ ആക്ഷനിൽ പങ്കെടുത്ത പ്രതികളും ഗൂഢാലോചനയിലെ ചെറിയ മീനുകളും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. അവർക്ക് കോടതി കൊടുത്ത ശിക്ഷ ഇപ്പൊ വധശിക്ഷ കിട്ടോ ഇല്ല എന്നതിനേക്കാൾ ഇരട്ട ജീവപര്യന്തം കൊടുക്കുക എന്ന് പറയുന്നത് കീഴ്ക്കോടതി വിധിച്ചതിനെ മറികടന്ന് അത് പോരാ, അതിനേക്കാൾ വലിയ ശിക്ഷ ഇവർക്ക് കൊടുക്കണമെന്ന് ഹൈക്കോടതിക്ക് കൃത്യമായി ബോധ്യം വന്നിരിക്കുന്നു. ഇത് നേരത്തെ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ നിയമവ്യവസ്ഥയെ ജനങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നു എന്ന ബോധ്യം വരികയാണ്. മാത്രമല്ല, വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നത് അത് ആര് നടത്തിയാൽ അത് ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും ശിക്ഷ കിട്ടുമെന്നും ഒരു ബോധ്യം ഉണ്ടായാൽ അത് തീർച്ചയായും നാളെയിലെ കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ, ആസൂത്രിതമായി നടക്കുന്ന എതിരഭിപ്രായങ്ങളെ അരിഞ്ഞു തള്ളുന്ന നിലപാടുകൾക്ക് എതിരെയുള്ള ഒരു ചൂണ്ടുപലകയാണ്. അതുകൊണ്ടാണ് അതിനെ സ്വാഗതം ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് വലിയ മീനുകൾ ഇനിയും പിടിക്കപ്പെടാൻ കിടക്കുന്നു. അതിനകത്ത് ഹൈക്കോടതി തന്നെ പറഞ്ഞു വെച്ച്, അല്ലെങ്കിൽ ഹൈക്കോടതിക്കകത്ത് തെളിവ് നിരത്തുന്ന കാര്യത്തിലൊക്കെ പരിമിതി ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അത് സുപ്രീം കോടതിയിൽ പോയാൽ വീണ്ടും ചില തെളിവുകൾ കൂടി ശേഖരിക്കാനും അത് ബോധ്യപ്പെടുത്താനും കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, പഴയ പ്രോസിക്യൂട്ടറെ പോലും അവർ വിലക്കെടുത്തല്ലോ. എന്തോ? പഴയ പ്രോസിക്യൂട്ടറെ പോലും അവർ പാർട്ടിയിൽ ചേർത്തല്ലോ, ഓർമ്മയില്ലേ അഡ്വക്കേറ്റ് ശ്രീധരൻ? ആരെയൊക്കെ ചേർത്താലും അരുതായ്മ ഒന്ന് നടന്നാൽ അത് മറനീക്കി എന്നെങ്കിലും പുറത്തു വരും. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഞങ്ങൾ TP ചന്ദ്രശേഖരനെ കൊല ചെയ്തത് CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഗൂഢാലോചന നടത്തിയിട്ടാണ്. അതിലൊരു തർക്കമില്ല. അതിനകത്ത് ഞങ്ങളുടെ കൈവശം തെളിവില്ലെങ്കിലും ഞങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന ഒരുപാട് സംഗതികളുണ്ട്. കുറേയേറെ കാര്യങ്ങൾ നേരത്തെ ഷാജഹാൻ സൂചിപ്പിച്ചു. ഒരൊറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കൊലപാതകങ്ങൾ ഉപയോഗിച്ച വാഹനം, അത് മുസ്ലിം തീവ്രവാദികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് എങ്ങനെയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന് പറയാൻ കഴിയുക? അപ്പൊ ഈ മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പിണറായി വിജയൻ അറിയാം. അത് നൽകുന്ന സൂചന ഈ ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നിരിക്കുന്നത് പിണറായി വിജയന്റെ അറിവോടെയാണ്. മാത്രമല്ല, 10-30 കൊല്ലകാലം CPM-ൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ. CPM-ന്റെ സംഘടനാ രീതികളും എങ്ങനെയാണ് ഒരു ആക്ഷൻ നടക്കുക എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം. 2 ജില്ലാ കമ്മിറ്റിയിലെ പ്രവർത്തകർ ഇടപെട്ടിട്ടുള്ള ഒരു കൊലപാതകമാണെങ്കിൽ അത് ഈ 2 ജില്ലാ കമ്മിറ്റികൾക്ക് മുകളിലുള്ള ഒരു കമ്മിറ്റിയുടെ ഇടപെടലുണ്ടായിരിക്കും. അതാണ് ഞങ്ങൾ പിണറായി വിജയനെയും മറ്റു പലരെയും സംശയിക്കുന്നത്. അത് വസ്തുതയുമാണ്. ഇവിടെ ചന്ദ്രശേഖരനോട് ഒരു വ്യക്തിവിരോധവും ഇല്ലാത്ത, ചന്ദ്രശേഖരൻ നേരിട്ടറിയാത്ത 6-7 പേർ വന്നിട്ടാണ് ഈ ആക്ഷൻ നടത്തുന്നത്. പലപ്പോഴായി ഈ ആക്ഷൻ പരാജയപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴായി ശ്രമം പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞനന്തന്റെ പങ്കും അവിടെയാണ് വരുന്നത്. കുഞ്ഞനന്തൻ ഒരു കാര്യം ഏറ്റാൽ അത് നടക്കും. ആര് പറഞ്ഞാലേ കുഞ്ഞനന്തൻ കേൾക്കുക? ഒരു സംശയവും ഞങ്ങൾക്കില്ല. അത് പിണറായി വിജയൻ പറഞ്ഞാലേ കേൾക്കൂ. അവിടെയാണ് എന്തൊക്കെ തിരിമറികൾ നടന്നാലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ വെളിച്ചത്ത് വരും. ഒരു സംശയവും വേണ്ട. രാഷ്ട്രീയ പക കൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ ഭാഗമായി ഒരാളെ പതിയിരുന്ന് ആസൂത്രണം ചെയ്ത് കൊല ചെയ്താൽ, ഇന്നലകളിലെ കേരളം പല ആസൂത്രിത കൊലപാതകങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് കൊടുക്കുന്ന കുറ്റവാളികളെ വെച്ച്, നിരപരാധികളെ വെച്ച് ഒതുക്കി തീർത്തിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഇതിൽ പങ്കെടുത്തോ, ആരൊക്കെ കൂടാതെ നടത്തിയോ അവർ ഓരോരുത്തരായി പിടിക്കപ്പെടുകയാണ്. അതാണ് ഇപ്പൊ കീഴ്ക്കോടതി ശിക്ഷ വേണ്ടെന്ന് വെച്ച 2 പേരെ ഹൈക്കോടതി പിടിച്ചുതാകത്തിട്ടിരിക്കുകയാണ്. അവർക്കും ജീവപര്യന്തം കൊടുത്തിരിക്കുകയാണ്. ഇത് ഒരു സംശയവുമില്ല. ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം അല്പാൽപ്പം വർദ്ധിക്കുകയാണ്. കൂട്ടത്തിൽ തെറ്റ് ചെയ്തവൻ ആരായാലും അവൻ ശിക്ഷിക്കപ്പെടും. ഇവിടെ CPM-ന്റെ പല നേതാക്കന്മാരും പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല, കോടതി ശിക്ഷിക്കട്ടെ, അവരെ ശിക്ഷാൻ അത് ആർക്കും പറയാം. പക്ഷെ ഇവിടെ CPM-ന്റെ പങ്ക്, ഉന്നത CPM നേതൃത്വത്തിന്റെ പങ്ക് അല്പാൽപ്പം വെളിപ്പെട്ട് വരികയാണ്. ഇത് ആ രാഷ്ട്രീയ പാർട്ടി എത്തി നിൽക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്.